പാർട്ട് 1 നമ്മൾ കല്യാണപ്പെണ്ണിനുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി എനിക്കും അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നോക്കട്ടെ. ഭംഗിയുണ്ടല്ലേ ഷോൺ കുഴപ്പമില്ല. ഇന്റെ കണ്ണിരിക്കട്ടെ പോയത്. എടി ആശ ഒരു മിനിറ്റ്. ഇത് ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടപ്പോ എല്ലാ പ്രാവശ്യം ഇങ്ങനെ എടുക്കാറ്. ഞാൻ ഇങ്ങനെ വെക്കുമ്പോ ഭംഗിയാണ്. പക്ഷെ സാരി എടുക്കാത്ത ഇത് ഇങ്ങനെ 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 വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റേ പിടിക്കട്ടെ. അങ്ങനെ കുറേ സാരി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ എടുക്കുമ്പോൾ ഈ ഒരു സാരി എനിക്ക് മനസ്സിന് പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്താൽ മതിയല്ലോ. അങ്ങനെ ആ ഒരു മൈൻഡിൽ ഞാൻ ശരി എന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ട്രൈ ചെയ്തപ്പോഴും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല കേട്ടോ. ഓൾറെഡി എനിക്ക് ആ കളറ് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കളറാണ്. പിന്നെ ഇത് ഉടുക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇരുണ്ട് ആ ഒരു ഡാർക്ക് കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഞാനിത് എടുക്കില്ലെന്ന് ഉറപ്പായിരുന്നു. പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ ഒരു സാരി റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇവർ ഈ സാരി ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുന്നതൊക്കെയാണ് കേട്ടോ. എന്ത് രസത്തിൽ എത്ര സിമ്പിളായിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും സിമ്പിൾ ആണോ ഇത്, നമ്മളിങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്ത് ഞൊറിഞ്ഞല്ലേ ചെയ്യുന്നത്. അവരവിടെ മേൽ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര സിമ്പിളാണല്ലോ ഇത്. പക്ഷേ എന്നിട്ട് ഞാൻ ഉണ്ടല്ലോ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് അവരുടെ ധാവണി എടുത്ത് അതിൻ്റെ ഷാൾ വെച്ചിട്ട് അവളുടെ മേത്തൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. സംഭവം പറ്റുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആവില്ല എന്നേ ഉള്ളൂ. എത്ര സാരി ട്രൈ ചെയ്തിട്ടും എൻ്റെ മനസ്സ് ഈ ഒരു ബ്ലൂവിൽ ഉടക്കി നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സാരിക്ക് റേറ്റ് വന്നിട്ട് 2900 സംതിങ് എത്രയോ ഉണ്ട്, 3000 അടുത്തുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു സാരിയും കൂടെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇത് ആദ്യം അമ്മയൊക്കെ പറഞ്ഞു ഒന്ന് എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് അത് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അത് ഞാൻ റിജക്റ്റ് ചെയ്തു. പിന്നെ ഇത് വെഡ്ഡിങ് സെക്ഷനിൽ, അതായത് വെഡ്ഡിങ് സാരി കളക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സെക്ഷനിൽ ഞാൻ ഒരു സാരി മുമ്പ് നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാരി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിമാർ എന്നെക്കൊണ്ട് ഇത് ഉടുപ്പിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവരെ ആഡ്, അതായത് കല്യാണിൻ്റെ ഒരു ആഡ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്
ജസ്റ്റ് ഒരു ഇത് ബൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാരി കൊടുക്കുന്ന പോലെയൊക്കെ ചെയ്ത് ഈ ഒരു സാരി എടുത്തിട്ടാട്ടോ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സാരി പക്ഷേ ഉടുത്തപ്പോൾ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയെങ്കിലും ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡള്ളായ പോലെ തോന്നി. പക്ഷേ വീഡിയോയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുമ്പോൾ ഒരു ഡള്ളായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് കാണുമ്പോൾ ആ ഭംഗി ഉടുത്തപ്പോൾ ഉണ്ടായില്ല. അപ്പോൾ ഞാനിത് ആദ്യം എടുക്കണമെന്ന് വിചാരിച്ച തുള്ളിച്ചാടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വെഡ്ഡിങ് സെക്ഷനിലുണ്ടായിരുന്നു. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ എടുത്തില്ല. എന്നിട്ട് ആ വെഡ്ഡിങ് സെക്ഷനിൽ തന്നെ ഞാൻ വേറൊരു സാരിയാണ് ഞാൻ എടുത്തത്. അങ്ങനെ അവരെന്നെ രണ്ടുപേരും കൂടെ അത് നല്ല വൃത്തിക്ക് നല്ല കറക്റ്റായിട്ട് എല്ലാം മൊത്തത്തിലൊന്നും ഉടുപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഈ സൈഡ് ഭാഗം എന്താ ഇങ്ങനെ പറയുക, ഈ ഒരു മേൽഭാഗം മാത്രമല്ല ഉടുപ്പിച്ചത്, മൊത്തത്തിലിങ്ങനെ ഞെറിയൊക്കെ കൊടുത്ത് പ്ലീറ്റ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വോയിസ് ഓവർ എടുക്കുമ്പോൾ എപ്പോഴും ഈ പല്ലി കിടന്ന് ചിച്ചി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നേരത്തെ ഞാനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ വീണ്ടും എനിക്കിനി വയ്യ, ഈ പല്ലി എൻ്റെ മണ്ടയ്ക്ക് മുകളിൽ തന്നെ തോന്നിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ രണ്ട് ചേച്ചിമാർ കേട്ടോ, ഈ ഒരു സാരി ആ ഞെറി എടുത്ത് കൊടുക്കുന്ന ചേച്ചിയുടെ പേര് ബീന വിൻസെൻ്റ് എന്നും മറ്റേ പിടിച്ചെടുക്കുന്ന ചേച്ചിയില്ലേ അവരുടെ പേര് സജിനി എന്ന് കേട്ടോ. ഈ രണ്ട് പേരും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ പർച്ചേസിങ്ങിലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബെസ്റ്റ് കസ്റ്റമർ സർവീസായിരുന്നു. ഞാൻ ഇതുവരെ ഒരു കടയിൽ പോയിട്ട് ഇത്രയും ഒരു വെഡ്ഡിങ് സാരി എടുക്കുന്ന സമയത്ത് ഇത്രയും നല്ല കസ്റ്റമർ സർവീസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി കസ്റ്റമർ സർവീസായിരുന്നു. നമ്മുടെ കൂടെ തന്നെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. നല്ല കമ്പനിയായിരുന്നു കേട്ടോ അവർ. ഒരു ലോഡ് സാരി നമ്മൾ എടുപ്പിച്ചിട്ടുണ്ടാവും. കാരണം നമുക്ക് ഓരോ കളർ എടുക്കുമ്പോഴും ഒന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടും. പക്ഷേ ആ ഒരു ഉദ്ദേശിച്ച കളർ കിട്ടുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ ഭയങ്കര സ്റ്റിഫായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻസിൽ വ്യത്യാസം, അങ്ങനെ ഓരോന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയലും ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ കളർ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ എടുക്കും. അങ്ങനെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ എത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ ഇത്. കാരണം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. പക്ഷെ നമ്മൾ പ്രാവശ്യം എടുത്തപ്പോൾ ഉണ്ടല്ലോ, ഇവർക്ക് യാതൊരു തരത്തിലുള്ള അങ്ങനെ ഒരു മടിയോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അവരെ ജോലി അതാണ്. പക്ഷേ എന്നാലും നമുക്ക് തന്നെ ഒരു മടിപ്പൊന്നുമില്ല. അവർക്കൊരു മടിപ്പ്, നമുക്കൊരു മടിപ്പൊന്നുമില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും മടുപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ സാരിയൊക്കെ ഉടുക്കൽ കഴിഞ്ഞിട്ടോ, ഇനി നമുക്ക് എന്താ പറയുക, അവരെ ഒരു ആഡ് ഉണ്ടല്ലോ, ആഡെന്ന് പറയാൻ പറ്റില്ല, അവരൊരു പേജിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൈറ്റ്സ് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ അതെടുക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെന്താ, ഈ പരസ്യമൊക്കെ പറയുമ്പോൾ എൻ്റെ കൈയും കാലും വിറയ്ക്കായിരുന്നു. ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ടൈം പറയുമ്പോൾ ഒരു ഫിയർ ഉണ്ടാവുമല്ലോ. സ്റ്റേജ് ഫിയർ അല്ല, എന്താ പറയുക, സ്റ്റേജ് അല്ല, എന്നാലും ഒരു വിറയലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നൊരു കാര്യം വിട്ടുപോയിട്ടോ, നമ്മുടെ കല്യാൺ സിൽക്സിൽ എന്താ പറയുക 3-in-1 കോംബോ ഓഫർ നടക്കുന്നുണ്ട്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടാണ് ഞാനത് നോക്കിയത്. നല്ല കിഡിലൻ സെലക്ഷൻ ഉണ്ട്. ഞാൻ എന്താ പറയുക, ഒരു ടോപ്പ് സെക്ഷനിലും എടുത്തു, അതുപോലെ തന്നെ സാരി സെക്ഷൻസിനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോംബോയിൽ. നല്ല അടിപൊളി കളക്ഷൻസും നല്ല കളറുണ്ട് കോംബോ ഓഫറിൽ വരുമ്പോൾ. അപ്പോൾ ഇത് എത്ര ദിവസം ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ പോയ ടൈമിലുണ്ടായിരുന്നു. നല്ല കിടിലനായിരുന്നു. നല്ല കളറും നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു ഫങ്ഷനൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫങ്ഷനിൽ സാരിയൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ, സെലക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഓണത്തിനോ അങ്ങനെ കോളേജ് പ്രോഗ്രാമിന് പോലും ഞാൻ അങ്ങനെ സാരി ഉടുത്തിട്ടില്ല. ആകെ ഒരു വട്ടം ഓണം സെലിബ്രേഷന്, 2 വട്ടം ഓണം സെലിബ്രേഷൻ, ഒരു ഇച്ചിരി നേരം, ഒരു ഉച്ച വരെ രാവിലെ പോയി ഒരു ഉച്ച വരെ അത്രയേ എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനൊന്നും സാരിയേ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ എടുത്ത് റെഡിയായിട്ട് വീട്ടിൽ നിൽക്കുന്ന അങ്ങനെ ഒരു സംഭവമേ ഉള്ളൂ. അതും ഞാൻ അങ്ങനെ പ്ലീറ്റ്സ് ഒന്നും എടുത്തിട്ടിരിക്കില്ല, അതായത് ഞെറിയൊന്നും എടുത്തിട്ടിരിക്കില്ല. ഈ വൺ സൈഡ് വിരിച്ചിടുന്ന പതിവ് കേട്ടോ, കാരണം ഉടുക്കാൻ മടിയായിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു സാരിയൊക്കെ ഇങ്ങനെ ഉടുക്കുന്നത്. എന്താവോ എന്തോ. പിന്നെ ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ സാരിയും കൂടെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി ഏതെടുക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ ഫേസിന് ഇളങ്ങുന്ന എൻ്റെ ഒരു ഫേസ് ടോണിന് പറ്റുന്ന കളറാട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓടി നടന്ന് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കസ്റ്റമർ സർവീസ് ഉണ്ടോ കല്യാണിൽ, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്താ പറയുക,
നല്ല അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട്, നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു. നമ്മൾ ഒരുപാടെണ്ണം ട്രൈ ചെയ്ത് നോക്കി, നമുക്ക് ഒരുപാടെണ്ണം അവർ ഉടുപ്പിച്ചു തന്നു കേട്ടോ. നല്ല അടിപൊളി സർവീസായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഞാൻ നല്ലൊരു കമൻറ്റ് പറയാറുള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് സാരി എടുക്കാൻ ഞാൻ ആദ്യം നോക്കിയില്ലായിരുന്നു, ആ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒരുവിധം എല്ലാ കളർ സാരിയും ഉണ്ട്. എല്ലാ അമ്മമാരുടെ കയ്യിലുണ്ടാവുമല്ലോ എല്ലാ കളർ സാരി ഒരേപോലത്തെ കുറേ എണ്ണം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ പോയാലും എല്ലാ ടൈപ്പും ഉണ്ടാവും അവരുടെ അലമാരയിൽ. അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ അലമാരയിലും എല്ലാ ടൈപ്പും ഉണ്ട്, എല്ലാ കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലാതൊരു കളർ തിരഞ്ഞെടുക്കലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ വെല്ലുവിളി അതായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നോക്കി. പിന്നെ ഈ ഒരു യെല്ലോ, പിന്നെ ഒരു പീക്കോക്ക് കളറ്, അങ്ങനത്തെ കുറേ നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ യൂഷ്വലി എല്ലാതും ഉണ്ട്. അമ്മയ്ക്ക് പിന്നെ മഞ്ഞ കളറിനോട് ഒരു പ്രത്യേക താല്പര്യം. അപ്പോൾ എങ്ങനെ പോയാലും മഞ്ഞയ്ക്ക് നമ്മുടെ ഒരു കണ്ണിങ്ങനെ പോകും. പക്ഷേ ഞങ്ങൾ പറയും മഞ്ഞ ഒരുപാടില്ലേ, എടുക്കണ്ട എന്ന് പറയും. പിന്നെ അമ്മയ്ക്കും ഇതുപോലെ തന്നെ എല്ലാ കളറും ചേരില്ല. അമ്മ കുറച്ചും കൂടെ കളർ ഉണ്ടെങ്കിലും പക്ഷേ എല്ലാ കളറും ചേരില്ല കേട്ടോ ഫേസിന്. അപ്പോൾ ചില കളർ എടുക്കുമ്പോൾ ഭയങ്കര ഡള്ളായിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും റോയൽ ബ്ലൂ ചോദിക്കുന്നു. ഷോ കിട്ടില്ലല്ലോ. ബ്രൈറ്റ് കളർ മതി. അങ്ങനെ എടുക്കണമെങ്കിൽ ആണ് ഈസി ആയിട്ട്. പക്ഷെ കളറ് നിങ്ങൾക്ക് ഷോ കിട്ടില്ല. ഇത് ഞാൻ നേരത്തെ വെച്ച് നോക്കിയ സാധനല്ലേ. ഈ ഒരു സാരി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ വന്നത് എപ്പോഴാണെന്ന് അറിയും, ഒരു 10-10:30 ആകുമ്പോഴാണ് വന്നത്. ആ സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്നത്തെ ദിവസത്തെ ഫസ്റ്റ് വെഡ്ഡിങ് പാർട്ടി വരുന്നത് ഞങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് എൻ്റെ എടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനിലൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഈ റോയൽ ബ്ലൂ ഉണ്ടോ, എന്നെപ്പോലെ തന്നെ റോയൽ ബ്ലൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഇതിലുണ്ടല്ലോ റോയൽ ബ്ലൂ വരുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് റോയൽ ബ്ലൂ ഉണ്ടോ എന്ന് എൻ്റെ അടുത്തേക്ക് ചേച്ചിയും റോയൽ ബ്ലൂ ഉണ്ടോ എന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റോയൽ ബ്ലൂ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരു 5-6 സാരി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മേനെ നമ്മൾ ആ സ്റ്റേജിൽ കയറ്റി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ. എത്ര പെട്ടെന്ന് ആ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്നത്. ഇതിന് ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? ആണോ? അങ്ങനെ ആദ്യം തന്നെ അമ്മ ഈ ഒരു റോസ് ആണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. മനസ്സിന് ആദ്യം ഇണങ്ങിയ ഒരു സാരി ഇതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ആ ബ്ലൂ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ആ ബ്ലൂ എടുക്കാം. അങ്ങനെയാണെങ്കിൽ അമ്മ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഭാവിയിൽ പിന്നീട് യൂസ് ചെയ്യാമല്ലോ എന്ന്. പക്ഷേ അമ്മയ്ക്ക് ആ ഒരു കളറിനോട് അത്ര എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാലും ഞാൻ നിർബന്ധിച്ച് ഉടുപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു.
ഞാൻ മറ്റേതും ഈ ഒരു കളർ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആദ്യക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. പക്ഷേ ഈ ഒരു കളർ എടുത്തപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇരുണ്ട കണക്ക് പോലെ തോന്നി, ഒരു തെളിച്ചം തോന്നിയില്ല ഫേസിൽ. അപ്പോൾ എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, ആദ്യക്കും ഇഷ്ടപ്പെട്ടില്ല. എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഇത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻ്റെ ബ്ലൂവും കൂടെ നോക്കി നോക്കണേ. ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു സാരി അമ്മേനെ ഞാൻ മാക്സിമം പിടിപ്പിക്കാൻ നോക്കിയിട്ട്, പക്ഷെ അമ്മയ്ക്ക് എന്തോ ഈ ഒരു കളറിനോട് എന്തോ ഒരു വിരോധമുണ്ട്. ഇതങ്ങ് എടുക്കുന്നില്ല, മനസ്സങ്ങ് തൃപ്തി വരുന്നില്ല കേട്ടോ. അങ്ങനെ എൻ്റെ മിഷൻ ഫെയിൽഡായിപ്പോയി. കാരണം അമ്മയ്ക്ക് ഇതങ്ങ് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അമ്മ മാറ്റി വെച്ചു. അമ്മയ്ക്ക് മനസ്സിപ്പോൾ ആ ഒരു റോസിലേക്കാണ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു ഇതെടുക്കുക ഇത് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അമ്മയ്ക്ക് അങ്ങ് പറ്റുന്നില്ല. അങ്ങനെ ആ റോസിക്ക് ചാഞ്ചാടി ഇരിക്കുകയാണ്. മറ്റേതിനേക്കാളും കൊള്ളാം, നേരത്തെ ഉടുത്ത കളറിനേക്കാളും. അങ്ങനെ അമ്മയ്ക്ക് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ കോംബോ ഓഫറിലേക്ക് വന്നിട്ട്, അതായത് 3-in-1 കോംബോയിലേക്ക് വന്നു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബ്രൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. അല്ല ഇതൊക്കെ കൊള്ളാം. മഞ്ഞ പരിപാടിക്ക് ഇന്നത്തെ സാരി മഞ്ഞയ്ക്ക് നോക്കി. ആ ശരി. ഈ ബ്ലൂ, യെല്ലോ, അത് കൊള്ളാം അല്ലേ? കറുപ്പ് എന്നാ പിന്നെ അതാ കിളിപ്പച്ചതാ. ചേച്ചി കിളിപ്പച്ച അതിൻ്റെ ആദം. ഇത് രണ്ടും അല്ലേ? അതിനുള്ളിൽ പേപ്പറുള്ള പറഞ്ഞ മൂന്നെണ്ണത്തിന് 1900. ഈ മൂന്നെണ്ണം എടുക്കുമ്പോൾ 1999 വരുള്ളൂ. ലാഭമാണ്. എന്താ ബ്ലൂന് കുഴപ്പം? ഈ 3 കളറ് കൊള്ളാട്ടോ. ഹൽദിക്കിടാം. വേറാക്കും കൊടുക്കാം. മതി പോവാൻ നമുക്ക് ഡാവണിയല്ലേ ഉണ്ടോ? അത് പറയാൻ നീല അരക്കടി ഉണ്ണി. നീല വേണം നമുക്ക്. നീല രസമുണ്ട്. നീല ഞാൻ എടുത്തു. നീല രസമുണ്ട്. കൊള്ളാം. അതിൽ നല്ല സെലക്ഷൻ. ഇതിന്റെ ബ്ലൗസ് ആണല്ലേ ഇത്? പച്ച നല്ല ഭംഗിയത്. ആ 3 മതി. ഇതും കൊള്ളാം. അതാ ഞാൻ നോക്കിയത്. കൊള്ളാം. ഈ 3 മതി. ഡാവണി വേണം. ഹാൻഡ്ലൂം ഏതാതോ? ഉടുത്താൻ നല്ല വൃത്തി കിടക്കും. അത് പറ്റില്ല.
പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ധാവണിയായിരുന്നു കേട്ടോ. ധാവണി അല്ലെങ്കിൽ ഷറാറ അങ്ങനെ എന്തെങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തലേ ദിവസത്തിന് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഹൽദിക്ക് ഇടാൻ പറ്റുന്ന പാകത്തിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഹൽദിക്ക് യെല്ലോ വേണ്ട, യെല്ലോ അതായത് ബ്രൈഡ് യെല്ലോ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരും യെല്ലോ ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ റോസ് ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ പിങ്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് ആ ഒരു കളറിന് നമ്മുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു യെല്ലോ നമ്മൾ നോക്കി, പക്ഷേ യെല്ലോ വേണ്ട എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബോർഡറും കൂടെ വരുമ്പോൾ അത് വേണ്ട എന്നുള്ള ഒരു മൈൻഡായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തന്നെ പല കളറിലാട്ടോ. എന്താ പറയുക, പിന്നെ നമ്മൾ നോക്കിയിട്ട് എടുത്ത് മാറ്റിയത് ഈ ഒരു ഗ്രീൻ ആട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഗ്രീൻ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്രീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ നമ്മൾ ഡാവണി അല്ലാണ്ട് കുറേ ഓപ്ഷൻസ് നോക്കിയത് ഷറാറ, ഫ്രോക്ക്, അതും കഴിഞ്ഞ് നമ്മൾ അനാർക്കലി വരെ നോക്കാൻ നോക്കി. കാരണം കുറച്ച് ഫ്ലെയർ ആയി നിൽക്കുന്ന അനാർക്കലി ടൈപ്പ്. പക്ഷേ അതിനൊക്കെ ഭയങ്കര റേറ്റ്, നമുക്ക് അത്രയും റേറ്റിൻ്റെ അതൊന്നും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസത്തെ കുറച്ച് നേരത്തെ ഞങ്ങളൊരു തട്ടുകൂട്ട് ഹൽദി പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും നല്ല അത്രയും തോന്ന ബഡ്ജറ്റിൽ നമുക്ക് ഒരു ഡ്രസ്സ് വേണ്ടായിരുന്നു. നമുക്കൊരു 2000 സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഡ്രസ്സ് മതിയായിരുന്നു. 3K ഒന്നും നമുക്ക് വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിൽ ഒരു 3K 2000 ആ ഒരു റേഞ്ചിലുള്ള ഡ്രസ്സ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഫിക്സ് ചെയ്തു. പിന്നെ നമുക്ക് നോക്കി ഇതിലും ഈ ഒരു ധാവണി തന്നെ നമുക്ക് ഓൺലൈനിൽ ഇതിലും വില കുറഞ്ഞ് കിട്ടുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ എടുക്കുമ്പോൾ പിന്നെ അങ്ങ് എടുത്തു പോലും. പിന്നെ നമ്മൾ അങ്ങനെ ബില്ല് ചെയ്ത് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കല്യാണിലും ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു സെറ്റപ്പ്. പിന്നെ ഇത്രയും ഇങ്ങനത്തെ വലിയ വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സാധനം നമുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമുക്കൊരു സാധനം ഫ്രീ ഒന്നും കിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്ത ടെക്സ്റ്റൈൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചധികം നമ്മൾ ഓണത്തിനൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്ലാസ്, ടവല്, അങ്ങനെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതൊരു കടയിൽ എന്തെങ്കിലും കുറച്ചധികം എമൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കർച്ചീഫെങ്കിലും കിട്ടില്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ഇല്ല കേട്ടോ. ഈ ഒരു ഉണക്ക ബാഗ് മാത്രമേ ഉള്ളൂ. സത്യം പറയാലോ, നമ്മൾ ഒരു കവർ എക്സ്ട്രാ എങ്കിലും ചോദിച്ചു വാങ്ങണം, എന്നാലേ അവരൊരു എക്സ്ട്രാ കവറെങ്കിലും തരുള്ളൂ. അതൊരു ഭയങ്കര ഇതായിപ്പോയി, ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത്രയും എമൗണ്ടിന് പർച്ചേസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കർച്ചീഫെങ്കിലും നമുക്ക് തരാമല്ലോ കോംപ്ലിമെൻ്ററി ആയിട്ട്. പക്ഷേ ഇവരങ്ങനെ ചെയ്യില്ല. നമ്മൾ തൊട്ടടുത്തുള്ള വല്ല കുഞ്ഞു ടെക്സ്റ്റൈൽസിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർ നമുക്ക് തരും കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ. ഇവിടെ ക്രിസ്മസ് ആയിട്ട് പോലും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഈ ഒരു ഉണക്ക ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ അത്രയും എമൗണ്ടിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടും അത്രയും എന്താ പറയുക, ഈ ഒരു സംഭവം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നോക്കിയപ്പോൾ എന്താ പറയുക, ഇതിലൊരു പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്തിട്ട് ഈ കല്യാണിൻ്റെ ഒരു കൂപ്പൺ പോലെ ഒരു പോയിൻ്റ് കയറുന്നൊരു ഏർപ്പാടുണ്ട്. അപ്പോൾ അതിൽ ഒരു 400 സംതിങ് 400 രൂപ 500 രൂപയുടെ അടുത്ത് പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും കല്യാണിക്ക് അങ്ങനെയൊന്നും വരുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ കല്യാണ പർച്ചേസ് മാത്രമായതുകൊണ്ട് അങ്ങനെ വന്നത്. സോ നമ്മൾ അവിടെ നിന്ന് ഒരു 400 ആ ഒരു 500 രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.